ഇപ്പോൾ സിആർ ക്രെഡിബിലിറ്റിയുള്ള ഒരുപാട് നേതാക്കളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഫീൽ പൊതുവിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ശൈലജ ടീച്ചർ നിയമസഭയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്തുകൊണ്ട് ഒരു ഷുവർ സീറ്റിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെടുന്നു എന്നൊരു ആലോചന ഉണ്ടാകുന്നത്. അത് എവിടെ നിർത്തിയാലും ജയിക്കുമെന്നുള്ള പാർട്ടിയുടെ വിശ്വാസമാണെങ്കിൽ അങ്ങനെയാകട്ടെ. ഇതാ നോക്കൂ, പി കെ ശ്യാമളയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പി കെ ശ്യാമളയ്ക്ക് എം വി ഗോവിന്ദന്റെ ഭാര്യ എന്നതിലപ്പുറം ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് സംശയമുള്ളത് CPI-യുമായി ബന്ധപ്പെട്ട് സൈബറിടങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളുകൾക്ക് തന്നെയാണ്. അവർ അതിനെ വിമർശിച്ച് ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. അപ്പോൾ സ്വന്തം അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിലയിലേക്ക് പാർട്ടിയുടെ ഈ ചോയ്സുകൾ മാറുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അഡ്വക്കേറ്റ് പ്രജി പറഞ്ഞ ഒരു കാര്യം വളരെ ഒരർത്ഥത്തിൽ ശരിയാണ്. എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു കമ്മിറ്റി ബുദ്ധിപൂർവമായി ആലോചിച്ചു. അവരുടെ ഏറ്റവും സൂട്ടബിളായ സ്ഥാനാർത്ഥികളെ പ്രായം നോക്കാതെ, സ്ഥലം നോക്കാതെ, ഏറ്റവും വിന്നബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന അടവും തന്ത്രവും ഒക്കെ പാർട്ടി പ്രയോഗിക്കുന്നു. പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചാൽ അതിനെതിരെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും വിശ്വസിച്ചു വന്നത്. പക്ഷെ ഇപ്പോൾ പ്രശ്നം അതാണ്. ഞാൻ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് മാറിപ്പോയത്. ഒന്ന്, പാർട്ടിയുടെ അങ്ങനെ അടിയുറച്ച ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിലുള്ള പാർട്ടിയുടെ നയങ്ങളോട്, ഇപ്പോൾ അതിൻ്റെ അടവ് തന്ത്രം ഇതൊക്കെ പറയുമല്ലോ, അതിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അണികൾക്ക് പൂർണ്ണമായ വിശ്വാസമില്ല. അതിന് കാരണം പലതാണ്, അവരുടെ നയവ്യതിയാനവും കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പാർട്ടി നേതാവ് പറഞ്ഞാലും, പാർട്ടി സംഘടന തീരുമാനമാണ് എന്ന് പറഞ്ഞാലും, പമ്പിൻ്റെ കളിയാക്കിയതുപോലെ ഗർഭമില്ല എന്ന് പാർട്ടി പറഞ്ഞാലും പിന്നെ പ്രസവിച്ചാൽ അത് അച്ചടക്ക ലംഘനമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു അച്ചടക്ക ബോധം ഇന്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് ജനാധിപത്യത്തിലാണ് പ്രവർത്തിക്കുന്നത്, രണ്ട് ഇന്നത്തെ മാധ്യമങ്ങൾ, അത് സോഷ്യൽ മീഡിയ ആയാലും പ്രിൻ്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റോ പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ പോലും അതിൻ്റെ വാർത്തകൾ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അങ്ങനത്തെ ഒരു ഇരുമ്പ് മറ പോലെയുള്ള ഒരു പാർട്ടിയൊന്നും അല്ല അത്. ഒന്ന്. രണ്ട്, അങ്ങനെ ആവുമ്പോൾ ഈ പാർട്ടി എടുത്താൽ അത് നാളേക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന അണികളുടെ എണ്ണം ഇന്ന് ഏതാണ്ട് വളരെ 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 കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ മുമ്പങ്ങനെയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയൊരു ഭൂരിപക്ഷമാണ് LDFന് കിട്ടിയത്. അവിടെ വലിയൊരു ഭൂരിപക്ഷം, വലിയൊരു തരത്തിൽ വോട്ട് ഷിഫ്റ്റ് വരുന്നു. എന്തുകൊണ്ടാണ്? മുമ്പാടി അങ്ങനെ വരില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രൂപത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പാർട്ടി സഖാക്കൾ മാറിയൊന്നും വോട്ട് ചെയ്യില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടാൽ അതിൽ തന്നെ വോട്ട് ചെയ്യും പാർട്ടി വോട്ടർമാർ. അതില്ല. കാരണം അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേറെ തരം. കാരണം അതൊരു രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ചില പ്രാദേശികം ഉണ്ടാവും. അവിടെയാണ് ആ സംശയം ആളുകൾക്ക് വരുന്നത് കൊണ്ടാണ് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തെ ആളുകൾ ചോദ്യം ചെയ്യുന്നത്. മുമ്പ് അങ്ങനെ ചോദ്യം ചെയ്യാറില്ല. അങ്ങനെ ചോദ്യം ചെയ്ത അയാളെ പുറത്താക്കും. ഇപ്പം അങ്ങനെയല്ല. നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ഓരോ ഇടത്തും ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. പ്രത്യേകിച്ചും പാർട്ടിയുടെ ഏറ്റവും ശക്തിദുർഗമായ കണ്ണൂർ ജില്ലയിൽ പാർട്ടി സൈബർ ഇടങ്ങൾ തന്നെ വളരെ കൃത്യമായി, ഇപ്പോൾ പ്രജി പറഞ്ഞതുപോലെ സൈബർ ഇടങ്ങൾ തോന്നിയ മാതിരി ചെയ്യാമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ തോന്നിയ മാതിരി ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ശൈലജ ടീച്ചർ മത്സരിച്ച വടകര ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ എടുക്കുക. കാഫിർ എന്നൊരു സ്ക്രീൻഷോട്ട് വന്നു. കാഫിർ എന്നൊരു സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് വന്നു എന്ന് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇവിടുത്തെ പാർട്ടി അന്വേഷിച്ചിട്ടോ പോലീസ് അന്വേഷിച്ചിട്ടോ കണ്ടെത്തിയിട്ടില്ല. എനിക്കറിയില്ല കണ്ടെത്തിയോ, അതോ കണ്ടെത്തി പറയാൻ പറ്റാത്ത സ്ഥലത്തു നിന്നാണോ വന്നതെന്നുള്ളതുകൊണ്ടായിരിക്കും പറയാത്തത്. എന്തുകൊണ്ടാണ് അത് വന്നത്? അങ്ങനെ ഒരു ഷോട്ട് വന്നത് പാർട്ടിയുടെ ഭാഗത്ത് തന്നെയാണ്, അത് ഉറപ്പാണ്. CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വന്ന സ്ക്രീൻഷോട്ട്. അത് അങ്ങനെ ഒരു സാധനം വരാമോ? അങ്ങനെ അതേ ഞാൻ നേരത്തെ സൗ കൊടിയേരിയുടെ കാര്യം പറഞ്ഞു. സൗ കൊടിയേരി ഒരിക്കൽ പറഞ്ഞു, ഈ സൈബർ സഖാക്കൾ ഈ പാർട്ടി ഇല്ലാണ്ടാക്കും. അത് കാരണം വെച്ചാൽ അവരെ നിയന്ത്രിക്കാനൊന്നും പാർട്ടിയെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പാർട്ടിക്ക് മുമ്പ് തങ്ങളുടെ അണികളിൽ, ഇപ്പോൾ രാവിലെ ദേശാഭിമാനി പത്രത്തിൽ EMS ഒരു ലേഖനം എഴുതിയാൽ അത് 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടി അനുഭാവികളും പാർട്ടി സഖാക്കളും ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ ഇപ്പോൾ ഒരു ലേഖനം, ദേശാഭിമാനി ലേഖനമൊന്നും വേണ്ട, അതിനൊക്കെ മുമ്പ് തന്നെ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും, ശരി കിട്ടും, തെറ്റ് കിട്ടും, നുണ കിട്ടും, നേര് കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. മാത്രമല്ല ഇതങ്ങനെയല്ല, പാർട്ടി പറയുന്നത് അല്ല ശരി എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയുടെ അനുഭാവികൾ ധാരാളമുണ്ട്. ഇപ്പോൾ സഖാവ് പ്രജി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു നോക്കൂ, വസീഫിനെ പോലെ ഒരാൾ, വസീഫ് ആരാ? DYFIയുടെ സംസ്ഥാന നേതാവാ. അദ്ദേഹം ചെയ്ത് ശരിയല്ല എന്ന് പ്രജിക്ക് ഇവിടെ ഇരുന്ന് പറയേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ്? മുമ്പാണ് ഈ പാർട്ടിയിൽ അങ്ങനെ പറയുമോ? പറയില്ല. ഇപ്പോൾ പ്രജിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, പണ്ടാണെങ്കിൽ പ്രജിയുടെ പാർട്ടി മെമ്പർഷിപ്പ് ഇന്ന് തീർന്നു, ഇന്ന് ഇവിടെ വെച്ച് തീർന്നു. ഇപ്പം അത് ചെയ്യില്ല.
ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ വലിയ വിമതശല്യം നടക്കുന്നു. അതിൽ കുറേ ആളുകൾ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ട ആളുകളെയൊക്കെ തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത് വല്ലപ്പോഴേറ്റ്. എന്താ അങ്ങനെ പണ്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആളെ തിരിച്ചു. കോൺഗ്രസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ അനൂപ് പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ അങ്ങോട്ട് പോകും. ഇപ്പോൾ AV ഗോപിനാഥിനോട് കാണിച്ച കോൺഗ്രസ് വിമതനായ AV ഗോപിനാഥിനെ മുഖ്യമന്ത്രി പാലക്കാട്ട് വിളിച്ച് ചർച്ച ചെയ്തു. എന്നിട്ട് അയാൾക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്ഥാനം കൊടുക്കാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര കരുണയെങ്കിലും ഈ ഇവരോട് കാണിച്ചോ? സുധാകരനെ പോലുള്ളവർ കാണിച്ചില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പാർട്ടി അണികൾ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 100% പാർട്ടി സംഘടനാ തീരുമാനം ശരിയാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാലത്തല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി കൂടുതൽ സൂക്ഷ്മതയുണ്ടാവണം. അവിടെയാണ് പ്രശ്നം. ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോൾ കോൺഗ്രസിനെ നമ്മൾ വിമർശിക്കാം, ഒരു സംശയവുമില്ല. ഞാൻ കുടുംബാധിപത്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ യോജിക്കുന്നു. കോൺഗ്രസിന് പറയാൻ അവകാശമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള ഒരാൾക്ക് ചോദിക്കാമല്ലോ, അവർക്ക് പറഞ്ഞൂടെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞൂടെ? കമ്മ്യൂണിസ്റ്റുകാരങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്യാമളയ്ക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്യാമള ഇപ്പം നമുക്ക് പറയാമല്ലേ, പാർട്ടി കമ്മിറ്റി തീരുമാനം ശ്യാമളയ്ക്ക് യോഗ്യതയുണ്ട്. പക്ഷേ N. സുകന്യയ്ക്കോ ശൈലജ ടീച്ചർക്കോ ശ്യാമളയ്ക്കോ എന്ന് 3 പേരെ നമ്മൾ ഒരു പാർട്ടി അനുഭാവി താരതമ്യം ചെയ്താൽ ആർക്ക് വോട്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നൊരു പാർട്ടി അനുഭാവി ആലോചിച്ചാൽ, അങ്ങനെ വരുമ്പോൾ ശൈലജ ടീച്ചർ എന്തുകൊണ്ട് പേരാവൂർ പോന്നു? എന്നാൽ PK ശ്യാമള പേരാവൂർ മത്സരിക്കട്ടെ. ശ്യാമള വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ് അല്ലേ, പേരാവൂർ മത്സരിക്കട്ടെ. എന്നിട്ട് ശൈലജ ടീച്ചർ ഉറപ്പുള്ള തളിപ്പറമ്പ് മത്സരിക്കട്ടെ എന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ചോദിച്ചാൽ അത് കോൺഗ്രസിന്റെ വാദം എന്ന് പറയാൻ പറ്റില്ല. അത് സാധാരണ ഒരു പാർട്ടി പ്രവർത്തകന്റെ ലോജിക്കാണ്. ഇന്നത് പറയാം, പണ്ടത് പറയാൻ പാടില്ല, ഇന്നത് പറയാം. കുഞ്ഞികൃഷ്ണൻ മുമ്പോട്ട് വെച്ച കാര്യങ്ങൾക്ക് പാർട്ടി കൊടുത്ത മറുപടി ശരിയാണെന്ന് പ്രതി കരുതുന്നുണ്ട്, ഞാൻ കരുതുന്നില്ല. സാധാരണ ആളുകൾ വിശ്വസിക്കില്ല അത്. ഇപ്പോൾ VS ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. 2011 ബംഗാളിൽ വലിയ തോൽവി ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ബംഗാളിൽ ആദ്യമായിട്ടാണ് 36 വർഷത്തെ ഭരണം പോകുന്നത്. ആ തോൽവി ഉണ്ടാക്കിയപ്പോൾ ഞാൻ എൻ്റെ പഴയ ഒരു SFI സുഹൃത്തും ബംഗാളിലെ ഒരു പത്രലേഖനുമായ ഒരാളോട് ചോദിച്ചു, എന്തുകൊണ്ട് അവിടെ തോറ്റു? വാട്ട് ഹാപ്പൻഡ് ഇൻ ബംഗാൾ? കേരളത്തിൽ 4 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഒറ്റ മറുപടിയുണ്ട്, അത് മതി. വി ഡോണ്ട് ഹാവ് എ VS ഹിയർ. ഞങ്ങൾക്കൊരു VS ഉണ്ടായിരുന്നില്ല. VS ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. VS ചോദ്യം ഉയർത്തും. VSന്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ ചോദ്യം ഉയർത്തി നടന്നില്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ കൂട്ടി ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരാളായിരുന്നു. അത് വേറെ രീതിയാണ് ഇപ്പോഴത്തെ കാലത്ത്. അതെന്നെയാണ് കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞത്. എന്താ, ജനങ്ങൾ പാർട്ടിയെ തിരുത്തും, ജനങ്ങൾ പാർട്ടിയെ തിരുത്തുന്ന കാലം വരും. ജനങ്ങൾ പാർട്ടിയെ തിരുത്തിയാൽ പാർട്ടി ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ അതിന് പ്രശ്നം എന്താ വെച്ചാൽ, ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ജനങ്ങൾ പാർട്ടിയെ തിരുത്തി പാർട്ടി തിരിച്ചു വന്ന ഒരു ചരിത്രവും ലോകത്തില്ല. അതാണ് ഇവിടെ ഏറ്റവും പേടിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.